ഞങ്ങൾ രണ്ടു പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാര് തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങള്, കേസ്, കോടതി, വഴക്കുകള് ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ മല്ലു ഫാമിലി വേർപിരിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇത് കുറേ മുമ്പ് ഇവരൊരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കളിച്ച് കളി കാര്യമായെന്ന് പറയില്ല. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ഇവർ പൊന്നൂസ് പഠിക്കാൻ എന്തോ പോയ സമയത്ത് ഇവർ റീച്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേർപിരിഞ്ഞു, ഞങ്ങൾ കോടതിയിൽ പോവുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പൊന്നൂസ് ഇവൻ്റെ മല്ലുവിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, സുജിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറച്ചു വെച്ചിട്ട് ഇവർ ഓരോന്നും കളിച്ചപ്പോൾ കാര്യമായെന്ന് പറയാവുന്ന പോലെ തന്നെയാണ്. അതാണ് ഒരിക്കലും നമ്മളൊരു ജീവിതം വെച്ച് കളിക്കരുത് എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു സാധാരണക്കാരനൊരു ചാനലായിരുന്നു, ദാരിദ്ര്യം ഇതൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു ചാനലായിരുന്നു. അതിൽ തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും 2 ലക്ഷം 3 ലക്ഷമൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വ്യൂസ് കയറി വരാൻ തുടങ്ങി. പിന്നെ മെല്ലെ ചാനലൊക്കെ ഒന്ന് പച്ച പിടിച്ച് തുടങ്ങിയ സമയത്ത് കാറായി, വണ്ടിയായി, ബൈക്കായി, വീടായി എന്ന് പറഞ്ഞതുപോലെ എല്ലാം ആയ സമയത്ത് ഇവർക്ക് കുറച്ച് അഹങ്കാരം കയറി. അതുപോലെ തന്നെ ഇവർ കുറച്ച് റീച്ച് ആയതിനു ശേഷം ഇവർ ഇങ്ങനെ റീച്ചായി പിന്നെ ഇടയിൽ വെച്ചിട്ട് ഇവരുടെ അഹങ്കാരം, ഇവരുടെ കളികളൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഇവരുടെ ചാനൽ നോക്കാതെ ശ്രദ്ധിക്കാതെയായി. പിന്നീട് ഇവർ ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. അതിപ്പോൾ പറഞ്ഞപ്പോൾ അവസാനം ഇങ്ങനെയൊരു ഇതിലോട്ട് ചെന്നെത്തിയിരിക്കുകയാണ്. ഒരു ഇതിലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഇവരുടെ എന്താ പറയുക, പാവമായിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഇത് പൈസ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഒരു മുഖം, പൈസയൊക്കെ ആയിക്കഴിഞ്ഞ് പുത്തൻ പണക്കാരെന്ന് പറയില്ലേ, പണമൊക്കെ കുറച്ച് വന്നു കഴിഞ്ഞാൽ അഹങ്കാരം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ചില ആളുകളുണ്ട്. അതേപോലെയാണ് ഇപ്പോൾ ഇവരുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ചാനലിൽ 6 മാസത്തോളമായിട്ട് പൊന്നൂസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും പൊന്നൂസ് എവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും പുള്ളിക്കാരൻ അങ്ങനെ സുജിൻ മറുപടിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 6 മാസത്തിന് ശേഷം, അപ്പോൾ ആ സമയത്ത് ഡിവോഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു തോന്നുന്നു. അപ്പോൾ 6 മാസത്തിന് ശേഷം ഇവർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഇങ്ങനെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ വേർപിരിഞ്ഞു എന്നുള്ളൊരു തുറന്ന് പറച്ചിലായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ട്രെൻഡിങ്ങായി മാറിയിരിക്കുകയാണ് അല്ലേ. വേർപിരിയൽ, ഇത് വ്ളോഗേഴ്സ്, ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒരു വേർപിരിയലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം. പിന്നെ ഓരോ ആളുകൾ പറയുന്നുണ്ട്, ശരിയാണ്, ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിതം താറുമാറാവും, അങ്ങനെ നമ്മളുടെ ജീവിതം വെച്ച് കളിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ പല നുണക്കഥകളും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം താറുമാറാകുന്നത്. നമ്മളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ജീവിതം താറുമാറാകില്ല. നമ്മൾ പല നുണകളും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ പോകും. പിന്നെ നമുക്ക് പൈസയായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഒരാളുകൾക്ക് അഹങ്കാരം കൂടും. അപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ പുറത്ത് സംഭവിച്ചതായിരിക്കും. എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കൂ. എന്തോരം നല്ല സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ച ഒരാളല്ല. ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്ത് വരണം, അല്ലെങ്കിൽ ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് കാശ് ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ കുറേ കമൻസുകളും അല്ലെങ്കിൽ കുറേ വീഡിയോസുകളൊക്കെ കണ്ടു. അങ്ങനെ എനിക്കോ പൊന്നൂസിനോ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഒരു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളതൊരു പോസ്റ്റിൽ ഒതുക്കിയത് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതാണ്, ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഫാമിലിയിൽ നിന്ന് പൈസ ഉണ്ടാക്കി, ഫാമിലി മെമ്പേഴ്സ് അഭിനയിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ശരിയാണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തൊക്കെയോ പുള്ളിക്കാരൻ പൈസ ആരൊക്കെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും, അതിന്ന് എന്തൊക്കെയോ ഇത് ചെയ്ത് പിന്നെ അപ്പച്ചട്ടി അങ്ങനെ കാർ അങ്ങനെ എന്തൊക്കെയോ നറുക്കെടുക്കുന്ന അപ്പച്ചട്ടി കാർ അങ്ങനെ എന്തൊക്കെയൊക്കെയോ കൊടുത്തിട്ട് ഇപ്പോൾ അതെന്തൊക്കെയൊക്കെയോ ബിസിനസ്സാണ്. അപ്പോൾ സുജിൻ അവസാനം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഫാമിലി മെമ്പേഴ്സിനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവരെ വെച്ച് ഇത്രത്തോളം അഭിനയിച്ചു, ഇത്രത്തോളം വലിയൊരു ഇതിലെത്തി, പൊസിഷനിലായി, ആളുകളിലേക്ക് പറ്റിച്ച് ഇത്രത്തോളം ആയപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വേറെ പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ ഇതിൽ കുറച്ച് റീച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞിടം മറക്കാമെന്ന് പറയില്ല, ആ ഒരു പ്രവണതയാണ് ഇപ്പോൾ സുജിൻ പറഞ്ഞ വാക്കുകൾ.
ഈ ഒരു സമയത്ത് ഇത്രയും സബ്സ്ക്രൈബേഴ്സിൻ്റെയും അതുപോലെ ഈ ഫാമിലി മെമ്പേഴ്സും എല്ലാം ഒരുമിച്ച് നിന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വേണം, വ്യൂസ് വേണം, അപ്പോഴൊക്കെ എന്താണ് നിങ്ങളെ ഞാൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനി എന്താണ് അവരുടെ ഒന്നും കാര്യങ്ങളില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണല്ലേ എന്താ പറയുക, കാര്യം നടക്കുവോളം നാരായണ, കാര്യം നടന്നു കഴിഞ്ഞാൽ കൂരായണ പറയില്ല, ആ ഒരു ഇതാണ്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഞാൻ പിന്നെ അങ്ങനെ യൂട്യൂബ് അത്ര ആക്റ്റീവ് അല്ല, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. എനിക്ക് വേറെയും കുറേ ചാനലുകളുണ്ട്, ആ എല്ലാ ചാനലുകളിലും മോണിറ്റൈസേഷനും കാര്യങ്ങളെല്ലാം ഓഫ് ആയിട്ടുണ്ട്. ഞാൻ അതിലൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ പോസ്റ്റ് ആക്കുന്നില്ല. ഈ മല്ലു ഫാമിലി എന്ന ചാനലിന്റെ മോണിറ്റൈസേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോ റീൽസുകളും കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ അങ്ങനെ പോസ്റ്റ് ആക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാണല്ലോ എല്ലാത്തിനും തുടക്കം. അത് ഓട്ടോറിക്ഷക്കാരനായിട്ട് ഇരുന്ന് എന്നെ ഇവിടേക്ക് എത്തിച്ചത് ഈ ഒരു മല്ലു ഫാമിലി എന്നുള്ള ഈ ഒരു ചാനലിൽ നിന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു മോണിറ്റൈസേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കും തലക്കും ഷോർട്സുകൾ പോസ്റ്റ് ആക്കുന്നത്. വ്ളോഗുകൾ അങ്ങനെ ഇടാറില്ല. ഇങ്ങനെ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പൊ ഇന്റേതായിട്ടുള്ള ഒരു തിരക്കും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് മുന്നിലേക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെ വ്ളോഗിന്റെ ഒരു ഇതിപ്പോ ഇല്ല. ഓക്കെ, എന്തായാലും അതുകൊണ്ടാണ് ഞാനിതിൽ ഷോർട്സ് മാത്രം ഇടുന്നത്. വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാൻ ഒരു പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇതുമെന്നാണ് പൈസ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പൊ ഇല്ല. അപ്പോൾ സുജിൻ പറയുന്നത് എന്താണ്, ഞങ്ങൾ വേർപിരിഞ്ഞത് ഒരു വീഡിയോ ആയിട്ട് ഒരു കണ്ടന്റ് ആക്കാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ പൊന്നൂസിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഞാൻ എൻ്റെ ഇതിലും പോസ്റ്റായിട്ട് ഇട്ടു. അപ്പോൾ അതുകൊണ്ട് അതെടുത്തിട്ട് ആളുകളെല്ലാം വീഡിയോ ചെയ്തു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ താല്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ അത് ചെയ്യാതിരുന്നത്. ഇപ്പോൾ കണ്ടില്ല, വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തുതന്നെയാണെങ്കിലും റീച്ച് തന്നെയാണ് മുഖ്യം. ഈ ഒരു ഇത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇതാണ് റീച്ച് ഉണ്ടാവും. അപ്പോൾ മൊത്തം ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ഈ ഒരു വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഫാമിലി വ്ളോഗേഴ്സ് മൊത്തം ഡിവോഴ്സ് അങ്ങനെ എങ്ങനെയെന്നുള്ള ഒരു ഇതാണ്. യൂട്യൂബേഴ്സ് എൻ്റെ അടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കുറേ ആളുകളുടെ ഇപ്പോൾ എന്താണ് അങ്ങനെ നമ്മൾ പറയത്തക്ക തന്നെ സിലു ടോക്സ് അങ്ങനെ എന്തൊക്കെ കുറേ പേരുണ്ട് അല്ലേ, ഡിവോഴ്സ് എന്നുള്ള ആ ഒരു ഇതാണ് കാണുന്നത്. അപ്പം സോഷ്യൽ മീഡിയ മാത്രം ഒരു ഇതല്ല, പേഴ്സണലി ഉണ്ടാവും. പിന്നെ നമ്മൾ ഫാമിലിയിലെ ബാധിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മളെ പേഴ്സണലി ബാധിക്കുന്ന സംഭവങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും സുജിൻ ഒരു വീഡിയോ ആയിട്ട് വരാതിരിക്കില്ല. സുജിൻ എപ്പോഴാണെങ്കിലും ഇതാണ് വൈറലാവണം എന്നുള്ളൊരു ഇത് തന്നെയാണ്. ഇപ്പോൾ ആരാണെങ്കിലും യൂട്യൂബിൽ ആര് വീഡിയോ ഇടണമെങ്കിലും വൈറലാവണം എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും വീഡിയോ ഇടുന്നത്. എന്തായാലും ഇവർ പണ്ട് കാണിച്ച പോക്കൃത്തരമൊക്കെ ഭയങ്കര മോശം തന്നെയാണ്. ആളുകളെ പറ്റിച്ചും ഇതാണ് പല കള്ളത്തരങ്ങൾ പറഞ്ഞു. നമ്മൾ എന്ത് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ വൈറലാവാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ ജീവിതം വെച്ചിട്ട് നമ്മൾ കളിക്കരുത്. നമ്മുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ വിശ്വസ്തയോടുകൂടി ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സാണ്. ആ സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ അവരെ പൊട്ടന്മാരാക്കിയിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ കളിക്കുന്നതിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂട്ടോ. എന്താ വെച്ചാൽ അത് മോശമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ എന്താ പറയുക നല്ല നിമിഷങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ പന നിമിഷങ്ങളൊന്നും കാണാൻ ആഗ്രഹിക്കാത്തവരാണ്. അപ്പോൾ നമ്മളെ സ്നേഹം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണ്. അവരെയൊക്കെ ഇപ്പോൾ പൊട്ടന്മാരാക്കിയല്ലേ ഇപ്പോൾ സുജിനും പൊന്നും ചെയ്തത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങളിപ്പോൾ എടുത്ത ഈ ഒരു ഡിസിഷന് റോങ് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അതിനെപ്പറ്റി കമന്റ് ചെയ്യുന്ന വീഡിയോസ് ഇട്ടപ്പോൾ പൊന്നൂസിന്റെ ഒരു തംബ്ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കണം അന്നത്തെ ഒരു ഇതില്. അപ്പോൾ ആ ഒരു വീഡിയോയില് ഇതായി പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറെ പേര് ഇപ്പൊ വീഡിയോ ചെയ്യുന്നുണ്ട്, പൊന്നൂസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ടും പറയാണ്, അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ രണ്ടു പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. പിന്നെ ചിലർ പറയേണ്ടത് നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വണ്ടി വാങ്ങലല്ലോ, ഒറ്റയടിക്ക് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം ചെയ്ത് ജീവിക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ കുറെ അടി, പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണൊക്കെ പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഇപ്പൊ നമുക്കെന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാര് തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകള് ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം. ഞാൻ പറഞ്ഞേക്കാൾ കൂടുതൽ വേറെ ആരും ലോകത്ത് പറയേണ്ടായിരിക്കില്ല. കാരണം ഞാൻ തന്നെ പറയുന്നത്, ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നുമല്ല. അത് അന്ന് എന്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ് അന്ന് അങ്ങനെ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുറത്താണ് ഒരുപാട് കമന്റ്സുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാണ്, അത് എന്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആരും അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല.
അപ്പൊ ഞാൻ പറയാണ്, ഇനി ഇതിന്റെ പേരിൽ ആരും ഒരു വീഡിയോ ചെയ്തിട്ടോ വേറെ കണ്ടന്റുകൾ ആക്കിയിട്ട് ആരും വരണ്ട. കാരണം എനിക്ക് താല്പര്യമില്ല മറ്റേ ഈ ഒരു വിഷയമായിട്ട് ഇനി ബന്ധപ്പെട്ടിട്ട് വേറെ വീഡിയോസുകൾ ചെയ്തിട്ട് മുന്നിലേക്ക് പോവാന് ഒരു താല്പര്യമില്ല. അപ്പൊ ഇനി കുറെ ആൾക്കാരപ്പം വന്നിട്ട് പറയും അവൻ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാണ്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാണെന്ന്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഫോർച്യൂണർ എടുക്കാൻ വേണ്ടി കാണിക്കാൻ. എന്തായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും ജെന്യൂൻ ആയിട്ടാണ് തോന്നുന്നത്. പഴയ ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എന്താ പറയുക, പലരെയും പറ്റിച്ചും പല നുണകൾ പറഞ്ഞിട്ടുമാണ് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു ജെന്യൂൻ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ ആളുകൾ അങ്ങനെ തെറ്റ് പറയില്ല, ഫോർച്യൂണർ എടുക്കാനാണ് അതുപോലെ വേറെ പല കാര്യങ്ങൾക്കാണെന്നുള്ളത് പറയില്ല. ഈ ഒരു വീഡിയോ ഇവിടം വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇതിനെ വെച്ചിട്ട് 2-3 വീഡിയോകൾ ഇടുവാണെങ്കിൽ ആളുകൾ എന്തായാലും പറഞ്ഞുണ്ടാക്കും ഇത് റീച്ചിന് വേണ്ടിയിട്ടാണ് സുജിൻ ഇത് കളിക്കുകയാണെന്നുള്ളത് പറഞ്ഞുണ്ടാക്കും. അപ്പം നിങ്ങൾ പിരിഞ്ഞെങ്കിൽ ഒരൊറ്റ വീഡിയോയിൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുക. അതോടുകൂടി ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുക. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി ആ ഒരു തമ്പനയിൽ തന്നെ വെച്ച് പിന്നെ കുറേ റീച്ച് ഉണ്ടാക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, ഫാമിലി യൂട്യൂബേഴ്സ് ഉണ്ട്, ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടന്റ് വെച്ചിട്ട് തന്നെ അവർ കുറേ പൈസ ഉണ്ടാക്കും. അങ്ങനെ തന്നെ കുറേ നെജില അവരുടെയൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓരോ വീഡിയോകളും ആ ഒരു ഇതിനെ സംബന്ധിച്ച് തന്നെയാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ തമ്പനയിലും ഇട്ടിട്ട് അങ്ങനെ ആ ഒരു രീതിയിലാണ് ഓരോരുത്തരും വീഡിയോ ഇട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ ഈ ഒരു ഒറ്റ വീഡിയോയിൽ അവസാനിപ്പിക്കുന്ന ആളുകൾ നിൻ്റെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ ഒരാളും നിൽക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇത് ഇങ്ങനെ തുടർക്കഥയായിട്ട് പോകണമെങ്കിൽ ആളുകൾ എന്തായാലും പറയുന്നത് ഇത് റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണെന്നായിരിക്കും പറയുന്നത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കും. ഏകദേശം തോന്നുന്നു ഒരു 3 മാസം 4 മാസത്തിന് അടുത്തായി അവളെ വീട്ടിൽ, ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. ഇന്നലെ ഏറ്റവും ഒരു പോയിന്റ് കിടക്കുന്നത് കുട്ടികളെ കാര്യമാണ്. കുട്ടികൾ എൻ്റെ ഒപ്പാണ്. അതുപോലെ തന്നെ ഓരോ ടൈം ആകുമ്പോൾ അവളെടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു വെക്കേഷൻ ഇത് കഴിഞ്ഞാൽ അവളൊപ്പം എന്താക്കും, കുട്ടികളുടെ കാര്യത്തിനും കൂടി കുട്ടികളുടെ കാര്യത്തിന് പോലും കൂടി ഞാൻ അവളും തമ്മിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ അവള് വിളിക്കാതിരിക്കുക, ശത്രുക്കളോ അങ്ങനെയൊന്നുമല്ല. വിളിക്കാറുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട്. ഒരേപോലെ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ അവള് തമ്മിലില്ല. ഇനിയിപ്പോ സ്കൂളിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അവളിന് ഇനിയും പാടെ ചിലപ്പോൾ ഒരുമിച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടേക്കാം. ഈ പറഞ്ഞ എന്തായാലും നന്നായിട്ടോ. 2 മക്കളാണ്. അപ്പോൾ 2 മക്കൾ പിരിഞ്ഞെങ്കിലും ഒരു മക്കളെ കാണും. അവൾ കോടതി പറയുമല്ലോ ഇപ്പോൾ ഇത്ര ദിവസം ഒരാളുടെ അടുത്ത് നിൽക്കണം, ഇത്ര ദിവസം ഒരാളുടെ അടുത്ത് നിൽക്കണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ മാനിക്കുന്നതിൽ എന്തായാലും സുജിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനൊന്നും എതിരാവതോ കാര്യങ്ങളൊന്നും പുള്ളിക്കാരൻ പറയുന്നില്ല. അത് അതിൻ്റെ ഇതിൽ പോട്ടെ. അതുപോലെ പുള്ളിക്കാരൻ തുറന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന വീഡിയോകൾ പലതും നിങ്ങൾക്ക് കാണേണ്ടി വരും. മക്കളിനെ കൈമാറുമ്പോഴും ഒക്കെ ചിലപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ കാണും. അപ്പോൾ അതൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കൊണ്ട് ഇതൊരു തുടർക്കഥയായി പോവാതെ ഈ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഡിവോഴ്സ് നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ച് താമസിക്കാൻ, നമുക്ക് ഒന്നിച്ച് കഴിയാൻ കഴിയില്ല എങ്കിൽ അത് ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെ നല്ലത്. അതിന് പിന്നെ നമ്മൾ എന്താ പറയുക, മക്കളായി എന്ന് പറഞ്ഞിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത്, മക്കളുള്ളവരെ തന്നെ വിവാഹം കഴിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ വേറൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ മക്കളുള്ളവരെ തന്നെ വിവാഹം കഴിക്കുക. മക്കളുള്ളവർ മക്കളില്ലാത്തവർ വിവാഹം കഴിച്ച് ആ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ച് ആ മക്കൾക്ക് ഒരു വേദന വരുത്തുന്ന രീതിയിലൊരു ഇതാവരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും നമ്മൾ പിരിഞ്ഞു എന്നുള്ള ഒരു വ്യക്തമായിട്ട് തന്നെ ഇവർ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, മല്ലു ഈ ഒരു വീഡിയോയോട് കൂടി എല്ലാം അവസാനിപ്പിക്കുക. ഇനി ഇത് വെച്ചിട്ട് ഇനി കണ്ടന്റ് ഉണ്ടാക്കാതിരിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.